ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന നല്ലൊരു പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് മൂപ്പനും അതുപോലെ തന്നെ മൂപ്പത്തിക്കും ഒരു 10,000 രൂപ എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ കല്യാണി അന്വേഷിക്കുന്നുണ്ട് അമലു എവിടെ എന്ന് അന്വേഷിക്കുമ്പോഴേക്കും മൂപ്പൻ പറയണ്ട, അതോ ഇവിടെ ഒരു അരുവിയുണ്ട്, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം വരുന്ന അരുവിയാണ്, ഒരിക്കലും പറ്റില്ല, എത്രയൊക്കെ വേനൽ ചൂടുണ്ടെങ്കിലും ആ അരുവി പറ്റില്ല, നമ്മുടെയൊക്കെ അനുഗ്രഹമാണ്, അവിടെ വെള്ളം എടുക്കാൻ പോയതായിരിക്കും എന്ന് പറയണം. ഇത് കേൾക്കണ നമ്മുടെ വേലു മനസ്സിൽ വിചാരിക്കേണ്ട, ഹോ വെള്ളം എടുക്കാൻ പോലെ അവൾ അവന്റെ കൂടെ ചുറ്റിക്കറങ്ങായിരിക്കും എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, ഞങ്ങൾ വേറൊരു ദിവസം വരാം, മീനത്തിലെ ഉത്സവത്തിന് വരാം എന്നൊക്കെ പറഞ്ഞ് കിരണും കല്യാണിയും അവിടെ നിന്ന് പോവാണ്. അവർ കാട്ടിലൂടെ പോകുമ്പോ ഗംഗപ്രസാദും അതുപോലെ തന്നെ അമലും കൂടി ഒരു മരത്തിന്റെ ചില്ലയുടെ ഇടയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടോ അവര് പോകുന്നത്. അവര് പോയി കഴിയുമ്പോൾ ധൈര്യമായിട്ട് തിരിച്ചു കുടിയിലേക്ക് പോവാലോ, അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിരണും കല്യാണി തിരിച്ച് പോകുന്നവരെ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവര് പോയി കഴിയുമ്പോഴേക്കും അമലു വിനായകനെയും അതായത് നമ്മുടെ ഗംഗപ്രസാദിനെയും കൂട്ടിക്കൊണ്ട് മൂപ്പന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയണ്ട്, അപ്പ ഈ വേലുവേട്ടന്റെ സ്വഭാവം വളരെ മോശമാട്ടോ, വേലുവേട്ടൻ മനഃപൂർവ്വമാണ് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അവരാണ് വിനായകേട്ടന്റെ ശത്രുക്കൾ. ആണോ മോനെ, അവനാണ് മോന്റെ ശത്രുക്കൾ എന്ന് മൂപ്പൻ ചോദിക്കുമ്പോ അതെ, അതിൽ അവനുണ്ടല്ലോ, അവനാ എന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് ആക്ഷൻ വഴി പറയാണ് ഗംഗപ്രസാദ്. ഓ അപ്പോ നമ്മുടെ മൂപ്പത്തി പറയണ്ട്, ഓ അവരുടെ വിനയൊക്കെ കണ്ടാൽ എന്ത് നല്ല പിള്ളേരാന്ന് തോന്നിപ്പോ, ഇത്രയോ നല്ല പിള്ളേര് നാട്ടിലുണ്ടോന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി, അതൊക്കെ അവരുടെ അഭിനയമാണ് എന്ന് നമ്മുടെ ഗംഗപ്രസാദ് പറയാട്ടോ. ഇത് കേട്ടിട്ട് വേലു അവിടേക്ക് വരുന്നുണ്ട്. അവരുടെ അഭിനയമല്ലേ, അപ്പൊ ഇയാൾ അഭിനയിക്കുന്നത് അഭിനയമല്ല, ഇയാൾ പഞ്ചപാവം. മാമൻ എന്തിനാ മാമ ഇയാൾ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത്, മാമ ഇയാളാണ് ദുഷ്ടൻ, ഇയാളാണ് ഫ്രോഡ്. ഇപ്പൊ വന്ന കിരൺ സാറും കല്യാണി മേഡം ഒക്കെ ഇല്ലേ, അവരൊക്കെ പാവങ്ങളാച്ചാ, പാവങ്ങളാ മാമൻ അവരെ കുറിച്ച് അറിയാത്തോണ്ടാ, നാട്ടിൽ പോയി അന്വേഷിക്കാമെങ്കിൽ മാമനെ എല്ലാം മനസ്സിലാവും. ചീ നിർത്തണ, നീ വിനായകനെ കൊടുക്കാൻ വേണ്ടി നോക്കിയതാണല്ലേ, നീ അവരെ മനപ്പൂർവ്വം ഇവിടേക്ക് കൊണ്ടുവന്നതാണല്ലേ, നോക്കുവേലു ഇനി മേലൽ അവരിവിടേക്ക് കൊണ്ടുവരുത്, വിനായകൻ കുഞ്ഞ് അത്ര പാവമാണ്, ഞങ്ങൾക്ക് ഇവന് വിശ്വാസമാണ്, നോക്ക് നിന്നെക്കാളും കാടും നാട്ടുകാരെയും അതുപോലെ തന്നെ ആൾക്കാരെ അറിഞ്ഞവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒരിക്കലും ഇനി നാട്ടിലുള്ള ഒരാളെ പോലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുത് കേട്ടല്ലോ എന്ന് പറയാണ്. വേലു പറഞ്ഞു, മാമൻ എന്തിനാ മാമ ഇവനിങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണം, അതിന് മാത്രം ഇവൻ എന്ത് കൈവിഷോ മാമന് തന്നത് എന്ന് ചോദിക്കുമ്പോൾ അമലി പറയണ്ട്, ഇത് കൈവിഷമൊന്നല്ല, എന്റെ അച്ഛനെ നല്ല ആൾക്കാരെ കണ്ടാലേ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, പക്ഷെ തനിക്കതില്ല, തനിക്ക് അസൂയാണ്, അസൂയ. വിനായകേട്ടൻ ഞാൻ കൂടുതൽ അടുക്കുന്നതിന്റെ അസൂയ അതെനിക്ക്. എന്തെങ്കിലും ആവട്ടെ അമലു, നീ ചെയ്തത് വലിയ തെറ്റാണ്, മഹാപാപമാണ്, നിനക്കുള്ള ശിക്ഷയും കാട്ടുദൈവങ്ങൾ തന്നെ തരും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വേലു അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ഗംഗപ്രസാദ് മനസ്സിൽ ഇങ്ങനെ സന്തോഷിക്കാട്ടോ. എന്തോ ആവട്ടെ, എന്തായാലും മൂപ്പനും അതുപോലെ തന്നെ ആ മൂപ്പത്തി പൊട്ടിയും പൊട്ടനുമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കിരണിനെയും കരുണയെ പോലെ നല്ലവര് കണ്ടപ്പോ അവര് ഭയങ്കര സാധനമാണെന്നും, ഈ എന്നെ പോലത്തെ ഗുണ്ടനെ കണ്ടപ്പോ പഞ്ചപാവം എന്ന് പറയണമെങ്കിൽ ഈ മൂപ്പന്റെ തലയില് തലച്ചോറൊന്നല്ല വെറും കളിമണ്ണാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാട്ടോ നമ്മുടെ ഗംഗപ്രസാദ്. ശേഷം സമാധാനത്തോടെ അവിടെ ഇരിക്കുകയാണ്. കിരണും കല്യാണം തിരിച്ച് കടവൊക്കെ കടന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരെ പോണത് നമ്മുടെ ചന്ദ്രസേനന്റെ രൂപയുടെ വീട്ടിലേക്ക് കടപ്പം. അവിടെ എത്തണ മുമ്പ് തന്നെ ചന്ദ്രസേനന്റെ രൂപയും അതുപോലെ തന്നെ ഷാരിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞത് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്ന ആളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോ രൂപ പറയുന്നുണ്ട്, കല്യാണി മോള് പറഞ്ഞത് അത് ഗംഗപ്രസാദ് തന്നെയാണെന്നാ പറയണേന്ന് പറയുമ്പോഴേക്കും ഷാരി പറഞ്ഞിട്ട്, എനിക്കും അങ്ങനെ തന്നെയാ കേട്ടെടുത്തോളം തോന്നുന്നത്, അവന്റെ ശവമൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൻ തന്നെയാവാനാ ചാൻസ്. പിന്നെ കിരണിനെയും കഴിഞ്ഞേക്കാളൊക്കെ കൂടുതൽ അറിയാവുന്നത്, അവനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ലക്ഷ്മി അമ്മക്കും പിന്നെ ഈ പറഞ്ഞ കാർത്തികക്കാണല്ലോ, അവർക്ക് അവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവൻ തന്നെയായിരിക്കും എന്ന് പറയണം. അപ്പോ ചന്ദ്രസേനൻ പറയണ്ട്, ഇത് മാത്രല്ല, ഇതിനു മുമ്പും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിന്നോട് ഞങ്ങൾ മനഃപൂർവ്വം പറയാത്തതാണ് ഷാരി, നിന്നെ വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഞങ്ങൾ ഇപ്പോഴും പറയാത്തത്. അപ്പൊ ഷാരി പണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളെ വിശ്വാസവഞ്ചന കാണിക്കില്ല, എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം കാർത്തികക്ക് രൂപ കുറച്ച് ആഭരണങ്ങൾ എടുത്തെടുത്തപ്പോ നിന്റെ മുഖം ആകെ മാറിയത്? അയ്യോ, അത് അങ്ങനെ ഉദ്ദേശം മാറുന്നില്ല, ഒരുപാട് സ്വർണ്ണം ഉണ്ടല്ലോ അവർക്ക്, ഒരുപാട് പണമുള്ളവർക്ക് വീണ്ടും വീണ്ടും പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അത് ആ അർത്ഥത്തിൽ എടുത്താൽ മതി എന്നൊക്കെ ഷാരി പറയണം. അപ്പോഴേക്കാണ് അവിടേക്ക് കിരണും കല്യാണിയും വരുന്നത് കേട്ടോ. ദേ മക്കള് വന്നല്ലോ, എന്താണ് മക്കളെ ഇപ്പൊ കാട്ടിൽ പോയിട്ടോ, തേൻ കെട്ടിയാച്ച 4 കുപ്പി കെട്ടി, സൂപ്പർ, എങ്കിലേ ഒരു കുപ്പി ഇട വെച്ചിട്ടെ, ഒരു കുപ്പി ലക്ഷ്മി അമ്മക്കും പിന്നെ ഒരു കുപ്പി നിങ്ങളും പിന്നെ ഒരു കുപ്പി നമ്മുടെ രതീഷിനും വൈജിക്കൊക്കെ കൊടുത്തോ, അങ്ങനെ തന്നെയാ ഉദ്ദേശിച്ചേക്കുന്നത്, അച്ഛനുള്ള ഫ്രഷ് ഒരു കുപ്പി, ആദ്യത്തെ കുപ്പി അച്ഛൻ തന്നെ എടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കാണ്. ഈ തേനിന്റെ രുചി ഉണ്ടല്ലോ സൂപ്പറാടാ, ഞാൻ എന്റെ കൂട്ടുകാർക്ക് കുറച്ചൊക്കെ കൊടുത്തു, അവർക്കൊക്കെ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. അല്ല, നിങ്ങൾ പോയത് വേറൊരു കാര്യത്തിനും കൂടിയിട്ടാണല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ എന്ന് ചന്ദ്രസേനൻ ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ നേരെ പോയത് വേലുവിനെ കണ്ടു, നേരെ പോയത് മൂപ്പത്തിന്റെ അടുത്തേക്കാണ്, അവരുടെ അടുത്ത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചപ്പോ അവർക്ക് അങ്ങനത്തെ ഒരാൾ അവിടെ വന്നതായിട്ടൊന്നും അവര് പറഞ്ഞില്ല, പക്ഷെ അവരുടെ സംസാരത്തിലേക്ക് എന്തൊക്കെയോ ഒരു
ഇത് നമുക്ക് തോന്നുന്നുണ്ട് അച്ഛ എന്ന് പറയാണ് കിരണ്. കല്യാണിയും പറയണ്ട അതെ അതെ അവര് ഒരാളെ കുറിച്ച് പറഞ്ഞു, വിനായകൻ എന്നെന്തോ പേര് പറഞ്ഞത്, എന്തോ ഒരുപാട് മുറിവൊക്കെ ആയിട്ട് കാട്ടില് കിടന്നതാണ് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോഴേക്കും മൂപ്പൻ ഒന്ന് പതറി. പിന്നെ അമലുവാ പറഞ്ഞത് 1.5 വർഷം മുമ്പാണെന്ന്. അതിലെന്തോ പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് കിരണേട്ട, എനിക്കും തോന്നുന്നുണ്ട് കല്യാണി. നമുക്കൊരു കാര്യം ചെയ്യാച്ചാ, പോലീസുകാരൊന്നും അവിടെ വിട്ടാലോ എന്ന് അന്വേഷിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കും ആ സംശയം തോന്നിയ സ്ഥിതിക്ക് പോലീസുകാരെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വിടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളാം എന്ന് ചന്ദ്രസേനും പറയാണ്. എന്തായാലും അത് അതുവഴിക്ക് നടക്കട്ടെ. എന്തായാലും ഈ തേൻ നമുക്കൊന്ന് സേവിച്ചാലോ? അതെന്തായാലും സേവിക്കാച്ച. എന്തായാലും ന്യൂ ഇയർ അല്ലേ, വൈനും കേക്കൊക്കെ കുടിക്കണ സമയത്ത് നമുക്ക് ഈ തേനും ഒക്കെ കുടിക്കാം. അവിടെ പോയപ്പോ എന്ത് രസമായിരുന്നു അറിയാച്ചാ, അവര് നമ്മൾ പോയപ്പോ തന്നെ ഒരു കാപ്പി തന്നു വെച്ചാ. നമ്മളിവിടെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയില്ലേ, കുരുമുളകും അതുപോലെ തന്നെ ചുക്കൊക്കെ ഇട്ട്, അതുപോലെയൊന്നും അല്ല അച്ഛാ അവിടെ. ചുക്ക് കാപ്പി എന്ന് പറഞ്ഞ് തന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ അച്ഛ കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക ഉശിരാണ്. എന്താടാ മദ്യമാണോ? എല്ലാ അച്ഛാ, ചുക്കും അത് കുരുമുളകും മാത്രല്ല, കാട്ടിലെ ചില ഔഷധമായിട്ടുള്ള തടിക്കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്താണെന്നറിയാവോ, പനിയൊക്കെ വന്നാലേ അത് കുടിച്ച പമ്പ കിടക്കുമെന്ന് അവർ പറഞ്ഞത്. എടാ എന്നാ അവർക്ക് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പാടില്ലേ അച്ഛ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നും ഇല്ല അച്ഛാ. അതൊക്കെ കാട്ടിൽ മാത്രം കിട്ടുന്ന പ്രത്യേക ഔഷധങ്ങളാണ്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് കപ്പയും മുളകും അതുപോലെ മീൻചാറും, അവിടെ മീനൊക്കെ പുഴമീനൊക്കെ ഫ്രഷ് അല്ലേ അച്ഛാ, എന്നിട്ട് അത് അവരുടേതായിട്ടുള്ള രീതിയിൽ മായമൊന്നും ചേർക്കാതെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി തന്നു വെച്ചാ. നാവിൽ വെച്ചിട്ടുണ്ടല്ലോ അച്ഛാ, എത്ര വേണമെങ്കിൽ നമുക്ക് കഴിച്ചു പോകും. ഞാൻ ഡയറ്റാണെന്ന് അച്ഛനെ അറിയാലോ, പക്ഷെ എന്നിട്ടും ഞാൻ കഴിച്ചു. അത്ര നല്ല ഫുഡൊക്കെയാണ് അച്ഛൻ. എന്തായാലും നമുക്ക് തേൻ കഴിക്കാം. എന്നാൽ ഈ കുപ്പി തേൻ നമുക്ക് എടുത്താലോ രൂപേ? അതിനെന്താ, നമുക്ക് എടുക്കാൻ ചന്ദ്രേട്ടാ എന്ന് പറയണം. അങ്ങനെ ആ കുപ്പി തേൻ ചന്ദ്രസേനൻ പൊട്ടിക്കാണ്. അതായത് ഗംഗപ്രസാദ് വിഷമൊഴിച്ച ആ തേന്റെ കുപ്പിയാണ് ചന്ദ്രസേനൻ എടുക്കുക കേട്ടോ. കാരണം ആ കുപ്പിയുടെ മൂടിയാണ് ഒരു പ്രത്യേക ടൈപ്പ് കളറായിരുന്നു. എല്ലാ കളറും ഒന്നാണെങ്കിലും അതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ചന്ദ്രസേന ഇങ്ങനെ തുറക്കണത്. തുറന്നിട്ട് ഒരു ഇത്തിരി തേൻ എടുത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ചന്ദ്രസേന. എന്നിട്ട് അത് അങ്ങനെ തന്നെ വായിലേക്ക് ഇങ്ങനെ ഇറക്കുക കേട്ടോ. കൊള്ളാം, സൂപ്പർ, അത്യുഗ്രൻ. എന്താ പണ്ടത്, ഫ്രഷ് സാധനം എന്ന് പറയാണ്. ചന്ദ്രേട്ട എനിക്കും ദാ ചന്ദ്രേട്ട കുറച്ച്. ചന്ദ്രസേനൻ കുറച്ച് കൊടുക്കാണ് രൂപക്ക്. ഷാരി ഇന്നലെ നീയും കുടിച്ചോ എന്ന് പറഞ്ഞ് ഷാരിക്കും കൊടുക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾക്ക് വേണ്ടേ? അല്ല അച്ഛാ, ഞങ്ങൾ പിന്നെ എടുത്തോളാം. ഇതിൽ എത്രയോ ഉണ്ടല്ലോ അച്ഛാ, ഇത് അമ്മ അച്ഛനും പിന്നെ ആന്റി ഉണ്ടല്ലോ, പിന്നെ സരൂനും കുറച്ച് കൊടുക്കണം, താരാനിക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും കൊടുത്തോ, അപ്പോഴേക്കും ഞങ്ങൾ ഇത് കാലിയാക്കാം എന്ന് പറയണം. അങ്ങനെ വിഷമിട്ട ആ ഒരു തേൻ കുടിക്കണത് കാണിച്ചത് ചന്ദ്രസേനന് രൂപയും ഷാരിയൊക്കെയാണ്. ഇനി അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കുള്ളൂ. നാളെയല്ല, മറ്റന്നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ആ തേനില് വിഷം കലർത്തിയിട്ടുണ്ട് ഗംഗപ്രസാദ്. പിന്നെ അവിടെ എന്തെങ്കിലും മായം സംഭവിച്ചിട്ടൊന്നും അറിയില്ല, സംഭവിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്നറിയാവോ, വേലു അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ വേലു എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ചന്ദ്രസേനൊന്നും മരിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും വീക്കെൻഡ് പ്രൊമോ വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.